സിനിമയ്ക്ക് കഥകൾ ഉണ്ടാവുന്നത് പലതരത്തിലാണ്. ചില എഴുത്തുകാർ അവരുടെ ജീവിതത്തിൽ നിന്ന് അവരനുഭവിച്ചതോ അല്ലെങ്കിൽ അവർ കണ്ടതോ ആയിട്ടുള്ള കാഴ്ചകളിൽ നിന്നൊക്കെ അവർ സിനിമകൾ ഉണ്ടാക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സംവിധായകന്റെ ഒരു സിനിമയുടെ ഒരു ഇൻസിഡന്റ്, ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ചും ആ ഒരു സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. സത്യനന്ദിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യനന്ദിക്കാടിന്റെ സംവിധായകനും ശ്രീനിവാസൻ എന്ന എഴുത്തുകാരനും ശ്രീനിവാസൻ എന്ന നടനെയൊക്കെ നമ്മൾ അവരുടെയൊക്കെ സിനിമകളും ഒക്കെ അവരെ ഒരുപാട് നമ്മൾ ആരാധിക്കുന്നതാണ്. അപ്പൊ ഇവരുടെയൊക്കെ സിനിമകളെല്ലാം സംഭവിച്ചിട്ടുള്ള ഓരോ ഇൻസിഡൻസ് എന്നാണ്. അപ്പോൾ നമുക്കറിയാം നാടോടിക്കാറ്റ്, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, അല്ലെങ്കിൽ വരവേൽപ്പ്, സന്ദേശം, ഈ സിനിമകളെല്ലാം ശ്രീനിവാസൻ എവിടേക്കോ ശ്രീനിവാസന്റെ ജീവിതത്തിൽ അനുഭവിച്ചത് അല്ലെങ്കിൽ ശ്രീനിവാസൻ കണ്ടിട്ടുള്ള പല കഥാപാത്രങ്ങളൊക്കെ വെച്ചിട്ടാണ് സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനിവാസനും സത്യനന്ദിക്കാടും കൂടി തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ പോയി. അതൊരു വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു. അപ്പോൾ അവിടെ ഓർഗാനിക് ഇതുകൊണ്ടാണ് എന്താ പറയുക, വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ശ്രീനിവാസൻ ഒരു ഓർഗാനിക്കിന്റെ ആളാണ്. നമുക്കറിയാം അവസാന കാലത്ത് അദ്ദേഹം ഓർഗാനിക് ഫാമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാണ്. എന്നും അദ്ദേഹം ഈ വിഷരഹിതമായ പച്ചക്കറികളെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ഭയങ്കര ആചാരമായിട്ട് സംസാരിക്കണം. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഭക്ഷണമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം അതിൻ്റെ ഓണറെ പോയി പരിചയപ്പെട്ടു. അപ്പോൾ ഓണറോട് പറഞ്ഞു വളരെ നല്ല ഭക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞു ഓണറോട് ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചു. എന്നിട്ട് കുടുംബവിശേഷവും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഓണർ പറഞ്ഞു അദ്ദേഹത്തിന്റെ 2 ആൺകുട്ടികളാണ്. ഇളയ മകനാണ് അദ്ദേഹത്തിന്റെ കൂടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ സഹായിക്കുന്നത്. മൂത്ത മകൻ നേവിയിലാണ്, പക്ഷെ 8 വർഷമായിട്ട് അദ്ദേഹം നാട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സത്യനന്ദിക്കാടിനൊക്കെ ഒരു ഭയങ്കര ഷോക്കിംഗ് ആയി. 8 വർഷമായിട്ട് ലീവ് കിട്ടിയില്ലേ എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞു ലീവിന്റെ അല്ല, അവരെ അവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ മകൻ ഷിപ്പിന്ന് കാണാതെയായി, അതായത് മകന് ഷിപ്പിന്ന് കാണാതെയായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഷിപ്പിന്ന് കാണാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യനന്ദിക്കാടിന് മനസ്സിലായി, അതായത് ഇത് ആ മകൻ മരിച്ചു പോയതാണ്. ഷിപ്പിന്ന് കാണാതെ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇനി തിരിച്ച് ഇത്ര വർഷമായിട്ട് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞത് അത് മനസ്സിലാക്കണ്ട. പക്ഷെ ആ അച്ഛൻ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതായത് ആ മകൻ മരിച്ചു പോയി എന്നുള്ളത് ആ അച്ഛൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ഈ പറഞ്ഞ പോലെ മകൻ വേറെ എവിടെയെങ്കിലും ഉണ്ടാവും, ആരെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ ആ ഒരു പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അങ്ങനെ ഇവർ അവിടുന്ന് പുറത്തിറങ്ങി. അപ്പോൾ ഇവരുടെ മനസ്സിൽ ഇത് കിടന്ന് അലട്ടുന്നുണ്ടായിരുന്നു. സത്യനന്ദിക്കാട് ഇതിന് ശേഷം ഇത് വീട്ടിൽ പോയി മക്കളുടെ അടുത്ത്, അഖിൽ സത്യന്റെ അടുത്തും അനൂപ് സത്യന്റെ അടുത്തൊക്കെ പറഞ്ഞു. അന്ന് അവര് സിനിമയിലേക്ക് വന്നിട്ട് അവർ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അവർ വിപ്രോയിലോ എവിടെയോ ജോലി ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ മക്കളുടെ അടുത്ത് ഈ ഇൻസിഡൻസ് ഒക്കെ പറഞ്ഞു. അപ്പൊ ഇത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് മകൻ അഖിൽ സത്യൻ പാച്ചും അത്ഭുത വിളക്ക് എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു രസമുള്ള സിനിമയാണ്. ശരിക്കും ഒരു സത്യനന്ദിക്കാട് സിനിമയുടെ ഒരു പാറ്റേൺ തന്നെയാണ്. അതായത് അഖിലും അനുവ് വരാൻ ആവശ്യമുള്ള സിനിമയിലൂടെ വന്നു. അഖിൽ സത്യൻ ഈ പറഞ്ഞ പാച്ചു അത്ഭുത വിളക്ക് അത് കഴിഞ്ഞിട്ട് ഇപ്പം സർവ്വമായൊക്കെ ചെയ്തു. അപ്പോൾ സത്യനന്ദിക്കാടും പറയാറുണ്ട്, എൻ്റെ സിനിമകളുടെ ഒരു പാറ്റേൺ കൂടുതലും അഖിലാണ് ഫോളോ ചെയ്യുന്നതായിട്ട് തോന്നി. രണ്ടുപേരും നല്ല ഫീൽ ഗുഡ് സിനിമകൾ ചെയ്യുന്ന ആളുകളാണ്. അതിൽ കൂടുതൽ അഖിലാണ് എൻ്റെ സിനിമകളായിട്ട് റിലേറ്റ് ചെയ്യുക എന്ന് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പാച്ചു അത്ഭുത വിളക്ക് സിനിമയിൽ നമ്മൾ കണ്ടിട്ട ഫഹദിന്റെ കഥാപാത്രം ഈ പറഞ്ഞ പോലെ തന്നെ ഗോവയിൽ പോകുന്നതും അതിൽ ആ ഹംസധ്വനി എന്ന് പറഞ്ഞ ആ ഒരു നായിക കഥാപാത്രത്തെ പരിചയപ്പെടുന്നുണ്ട്. അതിൽ ഹംസധ്വനി കടൽ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ബ്രദർ കാണാതെ പോയി ബ്രദറിനെ കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നത് ആ ഒരു ഭയങ്കര ഇമോഷണൽ ആയിട്ട് സീനാണ്. ഇത് അഖില് പറഞ്ഞത് സത്യനന്ദിക്കാടിന്റെ അടുത്ത് അന്ന് അച്ഛൻ പറഞ്ഞ ആ ഒരു ഇൻസിഡന്റ് എന്റെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. അതെന്നാണ് ഞാൻ ഈ ഒരു കഥ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പൊ സത്യനന്ദിക്കാടിന് അത് ഭയങ്കര സർപ്രൈസിങ്ങും അതേപോലെ തന്നെ ഭയങ്കര അഭിമാനമായി. കാരണം മകൻ തന്നെ പോലെ തന്നെ ചിന്തിക്കുന്നു ഒരു കാര്യം. പിന്നെ ഒന്ന് ഇതേപോലെ ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആ ഒരു ഇൻസിഡന്റ് അന്ന് സത്യനന്ദിക്കാട് പറയുമ്പോൾ അങ്ങനെ ഒരു സിനിമയ്ക്കുള്ള ഒരു കഥയാന്ന് പ്രതീക്ഷ പറഞ്ഞു തോന്നില്ല. പക്ഷെ ആ മകന്റെ മനസ്സിൽ ഇത് കിടന്നു. മകൻ അതിലൊരു സിനിമയ്ക്കുള്ള ഒരു കഥ കണ്ട് അല്ലെങ്കിൽ ഒരു സിനിമ എഴുതുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതിലൊരു ഇൻസിഡന്റ് കണ്ടെത്തി അതിലോട്ട് പ്ലേസ് ചെയ്തു എന്ന് പറയുന്നത് ഒരു റൈറ്ററുടെ അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കറുടെ ഒക്കെ ഒരു ബ്രില്യൻസ് തന്നെയാണ്. അപ്പോൾ ഇത് തന്നെയാണ് ശ്രീനിവാസനൊക്കെ ചെയ്യുന്നത്. ശ്രീനിവാസനും നാടോടിക്കാറ്റും ഗാന്ധിനഗറും സൽമാൻ സമാധാനം ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു. ഇതൊരു സൽമാൻ സമാധാനം എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു ഒറ്റ ഡയലോഗ് ആ സീൻ എഴുതുമ്പോൾ സമയത്ത് സത്യനന്ദിക്കാട് പറഞ്ഞ ശ്രീനിവാസന് അങ്ങനെ എന്ത് ചെയ്തിട്ടും എഴുത്ത് ശരിയാവുന്നില്ല. അങ്ങനെ ഒരു ദിവസം റൂമിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ശ്രീനിവാസൻ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്, ഒരു സീൻ പേപ്പർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സത്യനന്ദിക്കാട് ചോദിച്ചു ക്ലൈമാക്സ് ആയോ എന്ന് ചോദിച്ചപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞത് ക്ലൈമാക്സ് എന്ന് പറയാൻ പറ്റുമോ സീൻ എന്ന് പറയാൻ പറ്റുമോ എന്ന് അറിയില്ല, ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യനന്ദിക്കാട് എടുത്ത് വായിച്ചു നോക്കി. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന അമ്മ മകനോട്, അതായത് മോഹൻലാലിന്റെ കഥാപാത്രത്തിനോട് അമ്മ കഥാപാത്രം പറയുന്നതാണ് കടവും കടക്കാരും ഇല്ലാത്ത ഒരു നാട്ടിലേക്ക് നമുക്ക് പോകാം എന്ന് പറയുന്നത്. അപ്പോൾ സത്യനന്ദിക്കാട് പറഞ്ഞു ഇത് തന്നെയാണ് ആപ്റ്റ്. അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു ഇത് റിയൽ ലൈഫിൽ അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തിനോട് പറഞ്ഞതാണ്. പണ്ട് ശ്രീനിവാസൻ ചെന്നൈയിലൊക്കെ ഈ പറഞ്ഞ പോലെ അഭിനയ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി ഒരു ദിവസം ലീവിന് വരുമ്പോൾ വീട് ജപ്റ്റ് ചെയ്ത്
ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വീടൊക്കെ ജപ്തി ചെയ്യേണ്ട അവസ്ഥ വന്നു. അങ്ങനെ വീട് ജപ്തി ചെയ്ത സമയത്ത് അവിടുന്ന് പോകുമ്പോൾ അമ്മ മകനോട് പറഞ്ഞ ഡയലോഗ്, അമ്മ ശ്രീനിവാസനോട് പറഞ്ഞ ഒരു ഡയലോഗായിരുന്നു അത് റിയൽ ലൈഫിൽ. ഇത് ശ്രീനിവാസന്റെ മനസ്സിൽ കടന്നു. ഒരു സിനിമ എഴുതുമ്പോൾ അതിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളതാണ്. വരവേൽപ്പ് എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ഇങ്ങനെ തന്നെ ശ്രീനിവാസൻ തന്നെ സത്യനന്ദിക്കാട് പലപ്പോഴും പറഞ്ഞു, ഇടത്തരക്കാരുടെ കഥയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും എന്നും പറഞ്ഞ് അവർ ഇരിക്കുന്ന സമയത്ത് അവർക്ക് എവിടെന്നെങ്കിലും ഒരു ഐഡിയ വരും. അങ്ങനെ വന്ന ഐഡിയകൾ പിന്നെയും അവർ സിനിമ ചെയ്യും. അത് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കും അതുപോലെ ഞാൻ പ്രകാശനും വരെയുള്ള സിനിമകളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം എന്തായാലും ഇതുപോലെ ജീവിതത്തിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് പലവരുടെയും പല എഴുത്തുകൾ സംഭവിക്കുന്നത്. ആ എഴുത്തുകൾ കൂടുതൽ ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ, ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഈ പറയുന്ന പോലെ തന്നെ റിയൽ ലൈഫിൽ നിന്ന് എടുക്കുന്നതോട് തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ സത്യനന്ദിക്കാടിൻ്റെയും ശ്രീനിവാസൻ്റെ ഒക്കെ സിനിമകളുടെ വിജയം. ഇപ്പം അവരുടെ മക്കളും ആ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുന്നു. സർവമായ പോലത്തെ സിനിമകളൊക്കെ ഇനിയും ഇതുപോലെ നല്ല നല്ല വിജയ സിനിമകൾ അവരുടെ മക്കളുടെ അടുത്തുനിന്നും ഇവരുടെ വിനീത് ശ്രീനിവാസും അതുപോലെ തന്നെയാണ്. വിനീത് ശ്രീനിവാസനായാലും അഖിൽ സത്യൻ ഇവരുടെ അടുത്തൊക്കെ ഇനിയും സംഭവിക്കട്ടെ.